KPCC പ്രസിഡന്റ് എന്നുള്ള ഉന്നതമായ ഒരു പദവിയാണ്. അസംബ്ലി സീറ്റ് കിട്ടാത്തവന് കൊടുക്കേണ്ട പോസ്റ്റൊന്നുമല്ല അത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള ആത്മവിശ്വാസമുണ്ടോ? പാർട്ടിക്ക് എന്നെ വേണം, അല്ലെങ്കിൽ ഞാനാണ് ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കാൻ നല്ലത് എന്നൊരു ചിന്ത പാർട്ടിക്കുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന ഒരാളാണെന്നുള്ള ചിന്ത എനിക്കുമുണ്ട്, പാർട്ടിക്കകത്ത് ഒരുപാട് പേർക്കുണ്ട്. ഈ ഹൈക്കമാൻഡിന്റെ ഇടപെടലിൽ പാളിപ്പോകുന്നുണ്ടോ കേരളത്തിലെ കോൺഗ്രസ്? എല്ലാ കാര്യങ്ങളും ഒക്കെ എടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശരിയായെന്ന് വരികയില്ലായിരിക്കാം, എങ്കിലും അസംബ്ലിയൊക്കെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അപ്പോൾ അവരുടെ തീരുമാനങ്ങളും അവരുടെ സഹായങ്ങളും വളരെ വലുതായിരുന്നു. ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് KPCC അധ്യക്ഷ സ്ഥാനമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതുപോലെ കപ്പിനും ലിപ്പിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്. അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല, അത് വേറൊരു കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫ്ലെക്സ് അടിച്ചിരുന്നു, പോസ്റ്റർ എല്ലാം റെഡിയാക്കിയിരുന്നു, എന്നിട്ടും സീറ്റ് തന്നില്ല എന്നൊരു നിരാശയുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് രാഷ്ട്രീയത്തിൽ. നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ശ്രീ ജോസഫ് വാഴക്കലാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് KPCC അധ്യക്ഷ സ്ഥാനമാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ സണ്ണി ജോസഫ് സന്നദ്ധത അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിനുള്ളിൽ അത്തരത്തിലൊരു നീക്കം സജീവമാകാത്തത്? അല്ല, അത് ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ ഓരോ സ്റ്റേറ്റുകൾക്ക് അവർക്ക് പ്രയോറിറ്റി പല കാര്യങ്ങളിലും വരും. ഇപ്പോൾ കർണാടകത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി മാറുന്നത്, മന്ത്രിസഭയുടെ രൂപീകരണം, മറ്റു സ്റ്റേറ്റുകൾ. അതിൻ്റെ അകത്ത് ഇപ്പം കേരളത്തിൻ്റെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം PCCയുടെ പുനഃസംഘടന അത്ര പ്രയോറിറ്റി അവരെ കാര്യത്തിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നു അടുത്ത അധികം ദിവസങ്ങൾക്കകം അതിൻ്റെ ഒരു ചർച്ചയിലേക്ക് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫ്ലെക്സ് അടിച്ചിരുന്നു, പോസ്റ്റർ എല്ലാം റെഡിയാക്കിയിരുന്നു, എന്നിട്ടും സീറ്റ് തന്നില്ല എന്നൊരു നിരാശയുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും KPCC അധ്യക്ഷൻ എന്ന സ്ഥാനത്തിന് യോഗ്യൻ താങ്കൾ തന്നെയാണ് എന്ന് തന്നെയാണോ? അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല, അത് വേറൊരു കാര്യമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച സീറ്റല്ലത്, അല്ലെങ്കിൽ ഞാനത് എൻ്റെ പ്രയോറിറ്റിപ്പെട്ട സീറ്റുമായിരുന്നില്ല. മറ്റൊരുപാട് പരിഗണന വെച്ച സീറ്റിൽ ഞാൻ നിൽക്കണമെന്ന് KPCC നേതൃത്വവും ഇന്നത്തെ പാർട്ടി നേതൃത്വവും കൂടെ എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ ആദ്യം അത് അത്ര താല്പര്യം കാണിച്ചതല്ല, പിന്നെ വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അത് എഗ്രി ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. ലാസ്റ്റ് നിമിഷം മറ്റ് പല പരിഗണനകൾ വെച്ച് വന്നപ്പോൾ അവസാന നിമിഷം കോൺഗ്രസിൻ്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ വെച്ചാണ് ലാസ്റ്റ് മൊമെൻ്റ് അതിൻ്റെ ചേഞ്ച് വന്നത്. അപ്പോൾ സംഭവിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് രാഷ്ട്രീയത്തിൽ. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതുപോലെ കപ്പിനും ലിപ്പിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു സമചിത്തതയോടെ നേരിടുന്ന ഒരു സ്വഭാവം എനിക്കുള്ള ഒരാളാണ്. എപ്പോഴും അടുത്ത പ്രത്യാശ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പം പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് അതിനെ നേരിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. KPCC പ്രസിഡന്റ് എന്നുള്ള ഉന്നതമായ ഒരു പദവിയാണ്. അപ്പോൾ ഇങ്ങനെ അസംബ്ലി സീറ്റ് കിട്ടാത്തവന് കൊടുക്കേണ്ട പോസ്റ്റൊന്നുമല്ല അത്, അത് വേറൊരു കാര്യം. ഇത് ഞാൻ പറഞ്ഞത് അല്ല, അത് ആ രീതിയിൽ നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഞാൻ അതിന് ഈ സ്ഥാനത്തേക്ക് നമ്മൾ യോഗ്യനാണോ എന്നുള്ളതാണ്. അതെൻ്റെ ഇത്രയും ദീർഘകാലത്തെ എക്സ്പീരിയൻസും മാത്രമല്ല, ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് രാഷ്ട്രീയ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഒരു ബ്ലാക്ക് മാർക്കില്ലാതെ ഒരു കോൺട്രവേഴ്സിയിലും പെടാതെ ഇത്രയും കാലമൊക്കെ നമ്മൾ നിന്നിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തലയുയർത്തി പിടിച്ചു തന്നെ. അപ്പോൾ പാർട്ടിക്കകത്ത് പുതിയ ഒരു ചിന്ത വന്നു. അല്ല, മാത്രമല്ല അത് AICCയുടെ ഒരു തീരുമാനമാണ്, ഒരാൾക്കൊരു പോസ്റ്റെന്നും ഒക്കെ പറഞ്ഞ്. അത് നേരത്തെ AICCയുടെ നാഷണൽ പ്ലീനറി സെഷനിൽ വെച്ച് തന്നെ തീരുമാനിച്ചതാണ്. അത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പലയിടത്തും എന്നുള്ളൊരു സത്യമാണ്. 1 മാൻ 1 പോസ്റ്റ് എന്ന് വന്ന് മിക്കവാറും ആളുകളൊക്കെ MP-മാരും MLA-മാരുമാണ് കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത്, ഒരുമാതിരിയൊക്കെയുള്ള ആളുകളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിരയിലുള്ള ഒരു സീനിയർ ആളെന്നുള്ള നിലയിൽ എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസ് വർക്കേഴ്സിൽ ഒരു അനുകൂലമായ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ എനിക്ക് സന്തോഷം, അത്രയേ ഉള്ളൂ. അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൽ തിരുത്തുണ്ട്, തീർച്ചയായിട്ടും. അതായത് രമേശ് ചെന്നിത്തലയോടം രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ് താങ്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്ത ഒരാൾ എന്നുള്ള നിലയിലല്ല ഞാൻ അതിനെ കണ്ടത്. ആ ഒരു സീനിയോറിറ്റി എല്ലാം വെച്ചുകൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള ആത്മവിശ്വാസമുണ്ടോ?
അങ്ങനെ ആത്മവിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുന്നതല്ല. പാർട്ടിക്ക് എന്നെ വേണം, അല്ലെങ്കിൽ ഞാനാണ് ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കാൻ നല്ലത് എന്നൊരു ചിന്ത പാർട്ടിക്കുണ്ടെങ്കിൽ ഗവൺമെൻറ്റും പാർട്ടിയായിട്ട് ചേർന്ന് പോവുക, വലിയ കോൺട്രവേഴ്സി ഇല്ലാതെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുക, അതിൻ്റെ ഒരു സംഘടനാപരമായ അതിൻ്റെ ഒരു റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്ട്രക്ചറിനെ അത് ബലപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൊരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് എന്നുള്ള നിലയിൽ, മാത്രമല്ല ഒരുപാട് കാലമാണ്, 95 മുതൽ KPCCയുടെ ഭാരവാഹിയായിരുന്നു ഞാൻ. 82 KSU സ്റ്റേറ്റ് പ്രസിഡൻ്റായ അന്ന് മുതൽ KPCC എക്സിക്യൂട്ടീവിലുള്ള ആളാണ്. 95 മുതൽ ഭാരവാഹിയായിരുന്നു, സെക്രട്ടറിയായി, ജനറൽ സെക്രട്ടറിയായി, വൈസ് പ്രസിഡൻ്റായി, രാഷ്ട്രീയകാര്യ സമിതി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, സംഘടനയുടെ ചുമതല തന്നെ ഒരുപാട് കാലം ഇതിനിടയിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള നിലയിൽ പരിഗണിക്കാവുന്ന ഒരാളാണെന്നുള്ള ചിന്ത എനിക്കുമുണ്ട്, പാർട്ടിക്കകത്ത് ഒരുപാട് പേർക്കുണ്ട്. അതിപ്പം അവർ പല കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പരിഗണിച്ചാൽ സന്തോഷം, അത്രമാത്രം. തരുന്ന കർത്തവ്യം കൃത്യമായി നിർവഹിക്കും, അത് മാത്രമേ അങ്ങോട്ട് വാഗ്ദാനം ചെയ്യാനുള്ളൂ. അത്രേ ഉള്ളൂ, തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും പിടിച്ചു മേടിക്കേണ്ട കാര്യമൊന്നും അല്ലത്, പിണങ്ങി മേടിക്കേണ്ട കാര്യമല്ല. പാർട്ടിക്ക് ഞാനാണ് ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫിറ്റാണ് ഈ സ്ഥാനത്തേക്കെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മളെ തീരുമാനിച്ചാൽ ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും, അത്രമാത്രം. അതെ, ഈ ഹൈക്കമാൻഡിന്റെ ഇടപെടലിൽ പാളിപ്പോകുന്നുണ്ടോ കേരളത്തിലെ കോൺഗ്രസ്? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് വലിയ റോൾ എടുത്താണ് ഈ അസംബ്ലി ഇലക്ഷൻ. എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ പാർട്ടിയിലെ ഒരു 2 വർഷമായിട്ട് മിഷൻ 25 എന്ന് പറഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്, അപ്പോൾ നമ്മളൊക്കെ ഓരോ ജില്ലയുടെ ചുമതല വഹിച്ചവരാണ്. ഇടുക്കിയുടെ ഒക്കെ ഫുൾ ചുമതല നമുക്കായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഏരിയകളിൽ ചുമതല കൊടുത്ത് വളരെ വലിയ ഒരു വർക്ക്, അതൊക്കെ AICCയുടെ നേരിട്ടുള്ള ഒരു മോണിറ്ററിങ് അതിന് ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെ എല്ലാ അർത്ഥത്തിലും അവരുടെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അസംബ്ലി ഇലക്ഷന് പിന്നെ തീർച്ചയായിട്ടും വലിയ ഒരു സംഭാവന അവരുടെ ഭാഗത്തുണ്ട്. അപ്പം ഹൈക്കമാൻഡ് അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശരിയായെന്ന് വരികയില്ലായിരിക്കാം, എങ്കിലും അസംബ്ലിയൊക്കെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അപ്പോൾ അവരുടെ തീരുമാനങ്ങളും അവരുടെ പിന്നെ സഹായങ്ങളും വളരെ വലുതായിരുന്നു ഹൈക്കമാൻഡിൽ. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ പട്ടിക വായിച്ച് സംശയം തോന്നിയ പലർക്കും റിസൾട്ട് വന്നപ്പോൾ ഇത് മികച്ചതായിരുന്നു എന്ന തോന്നലുണ്ടാക്കിയതും ഇടപെടലായിരിക്കാം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലായിരുന്നു, ആൻറ്റി LDF ആയിരുന്നു, ആൻറ്റി പിണറായി ആയിരുന്നു. അപ്പോൾ പിന്നെ ആളുകൾക്ക് ചോയ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ UDF ഉള്ളൂ. അപ്പോൾ അത് UDFൻ്റെ കാൻഡിഡേറ്റ് ആരാണ് എന്ന് പോലും നോക്കാതെ UDF കാൻഡിഡേറ്റ് നോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചത്. അത് പലപ്പോഴും സ്ഥാനാർത്ഥികൾ വലിയ വിഷയമൊന്നും ആയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 ശേഷം, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ അവർ കൺസോളിഡേറ്ററായിട്ട് ഒന്നിച്ച് വന്ന് വോട്ട് ചെയ്യുമായിരുന്നു മോദിക്കെതിരായി, കോൺഗ്രസിന് അനുകൂലമായിട്ട്. അതെ. അപ്പോൾ അവിടെ ഇടതുപക്ഷം അപ്രസക്തമായി പോകുമായിരുന്നു, കാരണം നാഷണൽ പോളിറ്റിക്സിൽ അവർക്ക് വലിയ കാര്യമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 2014 ശേഷം ലോക്സഭാ ഇലക്ഷൻ ഏകപക്ഷീയമായിട്ട് UDFന് വരുന്നത്. അതിനു മുമ്പൊക്കെ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ എപ്പോഴും വലിയ രാഷ്ട്രീയ മത്സരം നടക്കുമായിരുന്നു. LDFനും UDFനും പപ്പാതി, അല്ലെങ്കിൽ LDFന് മുൻകൈ, എങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2014 ശേഷം അങ്ങനെ ഒരു ചോദ്യം പോലും ഇല്ല. അത് UDFൻ്റെ കാൻഡിഡേറ്റ് ആരാണോ അതിന് ജനങ്ങൾ വോട്ട് ചെയ്യും, 90%. അപൂർവമായി ചില സ്ഥലങ്ങളിൽ മാത്രമേ ചില സ്ഥാനാർത്ഥികളുടെ മികവും ചില സ്ഥാനാർത്ഥികളോടുള്ള എതിർപ്പും ഒക്കെ കൊണ്ട് നമുക്ക് ആ വോട്ടിങ്ങിൽ വെച്ച വ്യത്യാസം വരുള്ളൂ. അല്ലെങ്കിൽ പൊളിറ്റിക്കലാണ്, കോൺഗ്രസ് ആണ്. അതേസമയം ഇവിടെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി LDF ആയിരുന്നു, ആൻറ്റി പിണറായി ആയിരുന്നു. അപ്പോൾ ഇതേ വ്യത്യാസം ഉണ്ടാകും.